ഈ രാജ്യത്ത് നിയമങ്ങളും കോടതിയുമൊക്കെ ആർക്കു വേണ്ടിയുള്ളതാണ്? ഇവയെല്ലാം അത്താഴപ്പട്ടിണിക്കാരന് മാത്രമാണോ ബാധകമുള്ളത്? മറ്റുള്ളവർക്കൊന്നും ഈ നിയമങ്ങളും നീതികളും ഒന്നും ബാധകമല്ലേ? ബാധകമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചില്ല? ജനകോടികളുടെ ദൃശ്യതുല്യനായി കാണുന്ന ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജിയെ വെടിവെച്ച് കൊല്ലുവാൻ ആഹ്വാനം ചെയ്തവൻ ഇന്നും മുഖ്യമന്ത്രിയായ സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഇവിടുത്തെ ഒരു നീതിപീഠങ്ങളും അത് കണ്ടതായിട്ട് നടിച്ചിട്ടില്ല. ഒരു സാധാരണപ്പെട്ട ഒരുത്തനായിരുന്നുവെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നോ? അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും കോടതിയും ഒക്കെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനായ MK സ്റ്റാലിൻ ഇപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഇവിടുത്തെ നീതിപീഠങ്ങളുടെ കഴിവുകേടല്ലേ? അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തതിനു വേണ്ടി മാത്രമായിട്ടുള്ളതാണോ ഇവിടുത്തെ നിയമവ്യവസ്ഥിതികളെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ വെടിവെച്ചു കൊല്ലാൻ പറ്റുമോ?